ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീട്രൂട്ടും തുവരപ്പരിപ്പും വെച്ചുണ്ടാക്കുന്ന ഒരു നല്ലൊരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഇത് വെറുതെ ഇങ്ങനെ കുറയ്ക്കാനും നല്ല ടേസ്റ്റാണ്. ആ പരിപ്പൊക്കെ കടിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഈ തുവരപ്പരിപ്പിനെ ഒരു 1 hour എങ്കിലും കുതിർത്തി വെക്കണേ. ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണേ, ഇതൊരു നാടൻ ഐറ്റം അല്ലേ. ഓയിൽ ചൂടായാലും നമുക്കിനി കടുക് പൊട്ടിക്കാം. ഈ കടുക് പൊട്ടുന്നത് കംപ്ലീറ്റ് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഐറ്റംസ് ഇടാൻ പാടുള്ളൂ. അത് പൊട്ടിക്കഴിഞ്ഞാലാണ് ആ കടുക് നല്ല ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ടേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില എത്രത്തോളം ഇടുന്നു അത്രത്തോളം ആ ഫുഡിൻ്റെ ടേസ്റ്റ് കൂടെ. ഞാൻ ഇതിലോട്ടേക്ക് ഒരു 3 വറ്റൽമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു 10 സെക്കൻഡ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണേ. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചെറിയുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. ഞാനൊരു 10 to 15 വരെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ സവാള യൂസ് ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് ചെറിയുള്ളിയാണ്. ഇതിന് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ചെയ്യുന്നതൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. 1 മിനിറ്റിന് ശേഷം ഇതിലോട്ടേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 പച്ചമുളകാണ് ഇതിലോട്ടേക്ക് ചേർക്കുന്നത്. നിങ്ങൾ എരിവനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ അത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. കളർ ചേഞ്ച് ആവണ്ട കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 10 to 20 സെക്കൻഡ് വരെ, അത്രയേ വേണ്ടൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്, സാധാരണ തോരനെല്ലാം കട്ട് ചെയ്യുന്നത് പോലെ തന്നെ. ഇനി ബീട്രൂട്ടിനെ ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ടേക്ക് തുവരപ്പരിപ്പും കൂടി ആഡ് ചെയ്യാം. ഞാനൊരു 1/4 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 1 hour ഞാൻ കുതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതും കൂടി നമുക്ക് ആ മെഴുക്ക് പുരട്ടിയിലോട്ടേക്ക് ഇടാം. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ ബീട്രൂട്ടും പരിപ്പെല്ലാം എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന പാകത്തിലാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിതിലോട്ട് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ആ ബീട്രൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ മതി ഇത് വേവാൻ. ഇതൊരു 10 to 15 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണേ. ഇതിൽ പരിപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് ഒട്ടിപ്പിടിക്കും. ഇത് പറ്റുമെങ്കിൽ ഇത് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യലാണ് നല്ലത്, കാരണം പരിപ്പുള്ളതുകൊണ്ട് ഇത് നല്ലപോലെ ഒട്ടിപ്പിടിക്കും. നോൺ സ്റ്റിക്ക് പാനാകുമ്പോൾ ആ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇതിലോട്ട് വെള്ളം ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ, പ്രശ്നമൊന്നുമില്ല. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ആ വെജിറ്റബിളിൽ തന്നെ ഇറങ്ങുന്ന വെള്ളം കൊണ്ട് കുക്ക് ചെയ്യാനാണ്. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി വീണ്ടും നമുക്ക് അടിച്ച് വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ തുറക്കുന്നത് ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഇതൊന്നും കൂടി നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 80% വെന്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിലോട്ടേക്ക് നമുക്ക് തേങ്ങ ചിരവിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബീട്രൂട്ടും പരിപ്പും തേങ്ങയൊക്കെ എല്ലായിടത്തും ഒരുപോലെ മിക്സ് ആവണേ. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് അടച്ചൊന്നും വെക്കാതെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ആ റോസ്റ്റ് ചെയ്യുന്ന ടൈം ബാക്കി വേവാനുള്ളതും കൂടി ഇത് വേവും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ ക്ലോസ് ചെയ്യരുത്. ഓപ്പൺ ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരും. കുറച്ചത് ഡ്രൈ ആവണം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തുവരപ്പരിപ്പ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. എൻ്റെ ചാനലൊന്ന് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തു സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കാൻ മറക്കരുത് സബ് ചെയ്താലേ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.